മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകനെ ബഹുമാനിക്കാൻ കഴിയണം. അല്ലാഹു ബഹുമാനം നൽകട്ടെ. ആ ബഹുമാനം നൽകട്ടെ. ആ ബഹുമാനമില്ലെങ്കിൽ ബഹുമാനിക്കണമെന്ന് ഖുർആനാ പറഞ്ഞേ. ഖുർആൻ നന്നായിട്ട് നന്നാകണമെങ്കിൽ ആര് നന്നാവണം? അബൂലഹബ് നന്നാവണം. ഖുർആൻ കേട്ടിട്ട് സ്നേഹിക്കണമെങ്കിൽ ആര് സ്നേഹിക്കണം? ആര് സ്നേഹിക്കണം? നന്നായിട്ട് കേൾക്ക്. കഥാപാത്രമൊക്കെ എപ്പോഴും കേൾക്കുന്നത് തന്നെയാണ്. അബൂലഹബ് കേൾക്കണം. അള്ളാഹുവിന്റെ റസൂലിന്റെ വീടിന്റെ തൊട്ടടുത്ത് 16 വർഷം ഖുർആൻ കേട്ട ആളല്ലേ അബൂലഹബ്. ആളല്ലേ അബൂലഹബ്. സഹോദരങ്ങളെ, അബൂലഹബിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞതെന്താ? തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ മാ ഗനാ ماله وما كسب سيصلى نارا ذات لهب وامرأته حمالة الحطب في جيدها حبل من مسد. അല്ലാഹു പറയുകയാണ്, അബൂലഹബാരാ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ ഒരു ദിവസം അബൂലഹബിന്റെ വീട്ടിലെത്തി. അബൂലഹബിനോട് പറഞ്ഞു, അബൂലഹബ് കഅബാലയത്തിലെ പൂജാരിയായ അബൂലഹബിന്റെ മുമ്പിലെത്തിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അബൂലഹബേ, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹനെ വിശ്വസിക്കണേ. കഅബാലയത്തിന്റെ 330 കോടി ദൈവങ്ങളുടെ മുമ്പിൽ ബലിയർപ്പിച്ച കഅബാലയത്തിന്റെ പൂജാരിയായിരുന്ന അബൂലഹബ് ചോദിച്ചു, മുഹമ്മദേ, നിനക്ക് ഭ്രാന്താ? എടാ മുഹമ്മദേ, നീ ആരാ? ബഹുമാനം നഷ്ടപ്പെട്ടു പോയവന്റെ അവസ്ഥ. സ്വന്തം വീട്ടിലേക്ക് ബഹുമാനപ്പെട്ട പ്രവാചകൻ കടന്നു വന്നപ്പോ ബഹുമാനിക്കാൻ അറിഞ്ഞില്ല അബൂലഹബിന്. സഹോദരങ്ങളെ, 2 കഥകൾ കേൾക്കുക. അബൂലഹബ് ചോദിച്ചു, മുഹമ്മദേ, നീ ആരാണടാ? കഅബാലയത്തിന്റെ പൂജാരിയായ എന്റെ വീട്ടിൽ വന്നിട്ട് അല്ലാഹനെ വിശ്വസിക്കാൻ പറയാ. നീ ആരടാ മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം? അല്ലാഹുവിന്റെ റസൂലിനെ ധിക്കാരത്തോടെ അബൂലഹബ് ആട്ടിയിറക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് അബൂലഹബ് പറഞ്ഞു അത്രേ, ഏ മുഹമ്മദ്, എന്റെ വീടിന്റെ മുറ്റത്ത് കിടക്കുന്ന ആട്ടിൻകുട്ടിയെ കണ്ടോ? ഈ ആട്ടിൻകുട്ടി നിന്നെ വിശ്വസിച്ചാൽ ഞാൻ വിശ്വസിക്കാമെടാ മുഹമ്മദ്. ആരാ പറയുന്നത്? അഹങ്കാരത്തോടെ അബൂലഹബ്. ഈ വീടിന്റെ മുറ്റത്ത് കിടക്കുന്ന ആട്ടിൻകുട്ടി വിശ്വസിച്ചു, നിന്നെ ഞാൻ വിശ്വസിക്കാമെടാ മുഹമ്മദ്. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് മിണ്ടാപ്രാണിയായ ആട്ടിൻകുട്ടിയുടെ നേരെ നോക്കി. ആട്ടിൻകുട്ടി പറഞ്ഞു അല്ലാഹുവിന്റെ റസൂലിനോട്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. അബൂലഹബിനെ അറിയാത്തത്, അബൂലഹബിന്റെ ഹൃദയത്തിൽ കയറാത്തത്, അബൂലഹബിന്റെ മുറ്റത്ത് കിടന്ന ആട്ടിൻകുട്ടിയുടെ ഹൃദയത്തിൽ കയറി. ആ പ്രവാചകനെ ബഹുമാനിച്ചു. സഹോദരങ്ങളെ, എന്റെ മനസ്സിലാ ബഹുമാനമില്ല. ആട്ടുംകുട്ടിയുടെ മനസ്സിലുണ്ടായ ബഹുമാനം, മാൻപേടയുടെ മനസ്സിലുണ്ടായ ബഹുമാനം, എന്തേ സഹോദരങ്ങളെ, ഒരു ഈത്തപ്പന മരത്തിന്റെ കുറ്റിക്ക് തോന്നിയ ബഹുമാനം എന്തേ ഉണ്ടായില്ല? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരു ഈത്തപ്പന മരത്തിന്റെ കുറ്റിക്കുണ്ടായ അല്ലാഹുവിന്റെ റസൂലിന്റെ മസ്ജിദ് നബവിയിൽ ഒരു ഈത്തപ്പന മരത്തിന്റെ കുറ്റി കൊണ്ട് റസൂലുള്ള മിമ്പർ ഉണ്ടാക്കി. ആ മിമ്പറിന്റെ മുകളിലാണ് അല്ലാഹുവിന്റെ റസൂൽ ഖുത്ബ ഓതിയത്. സഹോദരങ്ങളെ, അങ്ങനെ ശ്രമകരമാണ് അതിന്റെ മുകളിൽ നിന്ന് ഖുത്ബ ഓട്. അവസാനം ആളുകൾ വന്നിട്ട് പറഞ്ഞു, സഹാബത്ത് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഓ നബിയേ, നത്തഖിദു ലക മിമ്പറൻ ജദീദാ, അങ്ങേക്ക് ഞങ്ങളൊരു പുതിയ മിമ്പർ ഉണ്ടാക്കി തരട്ടെ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആയിക്കോട്ടെ. ഒരു അൻസാരിയായ സ്ത്രീ കുറെ മരക്കഷണം വഖഫ് ചെയ്തു. അല്ലാഹുവിന്റെ റസൂലിന് ഒരു പുതിയ മിമ്പർ ഉണ്ടായി. ആ പടേ കയറി നിന്ന് ഖുത്ബ ഓതിയ ഈത്തപ്പന മരത്തിന്റെ കുട്ടി മസ്ജിദ് നബവിയുടെ ഇടത്തെ ഭാഗത്തേക്ക് മാറ്റി വെച്ചു. ആദ്യത്തെ മിമ്പറിന്റെ, പുതിയ മിമ്പറിന്റെ ഉദ്ഘാടനം അല്ലാഹുവിന്റെ റസൂൽ മിമ്പറിന്റെ മുകളിൽ കയറി ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണ് സഹാബത്ത് പറയുകയാണ്, സമീന സൗതന ഹരീന. ആ സമയത്ത് ഞങ്ങൾ അടക്കി പിടിച്ച ഒരു തേങ്ങിക്കരച്ചിൽ കേട്ടു. എവിടെ നിന്നാണ് കരയുന്നതെന്നറിയില്ല. ഞങ്ങളെല്ലാവരും സഹാബത്തിന്റെ മുഖത്ത് നോക്കി. ആരുടെ കണ്ണുനീരും കണ്ണുനീര് പൊടിഞ്ഞിട്ടില്ല. ഹൃദയമുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക, സമീന സൗതന ഹനീന. ഞങ്ങളൊരു തേങ്ങി പിടിച്ച കരച്ചിൽ കേട്ടു. ദുഃഖം അടക്കി വെക്കാൻ കഴിയാതെ പഴയ ഈത്തപ്പന മരത്തിന്റെ കുത്തിയിരിക്കുന്ന ഭാഗത്ത് നിന്നാണ് കരച്ചിൽ കേൾക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ നോക്കിയപ്പോ ആ കരച്ചിൽ തേങ്ങിക്കരച്ചിലായി. ആരോ അടക്കി പിടിച്ചതല്ല, തേങ്ങിക്കരയുന്ന ശബ്ദം കേട്ടു. അല്ലാഹുവിന്റെ റസൂൽ മിമ്പറിൽ നിന്നിറങ്ങി ആ ഈത്തപ്പന മരത്തിന്റെ കുറ്റിയുടെ ചാരത്ത് നിന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ആ ഈത്തപ്പന മരത്തിന്റെ കുറ്റി പറഞ്ഞു, നബിയേ, യാ റസൂലല്ലാഹ്,
അങ്ങനെ കൈവിട്ടോ നബിയെ, അങ്ങനെ ഉപേക്ഷിച്ചോ നബിയെ. ഇത്രയും നാൾ അങ്ങയുടെ റിസാലത്തിന്റെ കരം എന്റെ മേലായിരുന്നല്ലോ, അങ്ങയുടെ റിസാലത്തിന്റെ ശരീരത്തെ താങ്ങി നിർത്തിയത് ഞാനായിരുന്നല്ലോ. ഇന്ന് അങ്ങനെ ഉപേക്ഷിച്ചോ നബിയെ. ഒരു പുതിയ മിമ്പർ വന്നപ്പോ ഈ പഴയ ഈത്തപ്പന മരത്തിന്റെ കുറ്റി വേണ്ടെന്ന് വെച്ചോ നബിയെ. അല്ലാഹുവിന്റെ റസൂലായ ഈത്തപ്പന മരത്തിന്റെ കുറ്റിയുടെ മുകളിൽ തന്റെ റിസാലത്തിന്റെ കരമെടുത്ത് പറഞ്ഞവത്രേ, കരയുന്നതെന്തിനാ? ഈത്തപ്പന മരത്തിന്റെ കുറ്റിയെ കരയുന്നതെന്തിനാ? കരയുന്നതെന്തിനാ? നിന്നെ ഞാൻ ഉപേക്ഷിച്ചില്ലല്ലോ. ഉപേക്ഷിച്ചിരുന്നെങ്കിൽ നിന്നെ പള്ളിയുടെ വെളിയിലല്ലേ കളയേണ്ടത്. ഈ ഇടത് ഭാഗത്ത് നിനക്ക് ഞാൻ പള്ളിയിൽ സ്ഥലം തന്നില്ലേ? നിന്നെ ഞാൻ ഉപേക്ഷിച്ചിട്ടില്ലല്ലോ. എന്തിനാ കരയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ സഹാബാ, ആ ഈത്തപ്പന മരത്തിന്റെ കുറ്റിയുടെ മുകളിൽ കൈവച്ചിട്ട് ഞാൻ ആശ്വസിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഖിയാമത്ത് നാൾ വരെ ഈത്തപ്പന മരത്തിന്റെ കുറ്റി ഇവിടെ ഇരുന്നു കൊണ്ട് പൊട്ടിക്കരയുമായിരുന്നുവെന്ന്. ഫഹ്മി വസ്നി വാഹിദു യദീ ഇൻഷാ അല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ റസൂൽ കൈതൊട്ടില്ലായിരുന്നെങ്കിൽ ഇന്നും ഉംറയ്ക്ക് പോകുമ്പോ മസ്ജിദ് നബവിയുടെ സ്വർണ്ണപ്പാത്തികളാണ് ഈത്തപ്പന മരത്തിന്റെ കുറ്റിയുടെ കരച്ചില്, ആരും കാണാത്ത അശരീരിയുടെ കരച്ചില് ഇന്ന് സിയാറത്തിന് പോകുന്ന ജനലക്ഷങ്ങൾ കേൾക്കുമായിരുന്നെന്ന്. അതല്ലേ അതിന്റെ അർത്ഥം? അങ്ങനെ കൈവിട്ടോ ഹബീബേ. ഈത്തപ്പന മരത്തിന്റെ ഒരു കുറ്റിക്ക് തോന്നിയ ഹുബ്ബെന്തേ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായില്ല. ആരാ? അബൂ ലഹബ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വന്തം വീട്ടിലോട്ട് കയറി വന്നപ്പോ ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിനെ ആട്ടിയോടിച്ച അബൂ ലഹബാരായി. സഹോദരങ്ങളെ, ഫിറഔൻ ചത്തതെങ്ങനെയാണെന്ന് ചരിത്രത്തിൽ രേഖയുണ്ട്. ഖാറൂൻ ചത്തതെങ്ങനെയാണ് ചരിത്രത്തിൽ രേഖയുണ്ട്. ഹാമാൻ ചത്തതെങ്ങനെയാണെന്ന് ചരിത്രത്തിൽ രേഖയുണ്ട്. സാക്ഷാൽ ഫറോവ ചത്തതെങ്ങനെയാ? ചെങ്കടലിൽ ഉപ്പുവെള്ളം വന്ന് അണ്ണാക്കിലോട്ട് ആഞ്ഞടിച്ചപ്പോ ആ സമയത്ത് ആമന്തു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത്തു ബിഹി ബനൂ ഇസ്രായീൽ എന്ന് പറഞ്ഞിട്ടാണ് ഫിറഔൻ ചത്തതെന്ന് ചരിത്രം പറയുന്നുണ്ട്. ഫറോവ ചത്തതെങ്ങനെയാണ് ചരിത്രമുണ്ട്. ഖാറൂൻ ചത്തതെങ്ങനെയാണ് ചരിത്രമുണ്ട്. ഹാമാൻ ചത്തതെങ്ങനെയാണ് ചരിത്രമുണ്ട്. ശദ്ദാദ് ചത്തതെങ്ങനെയാണ് ചരിത്രമുണ്ട്. പക്ഷേ ചത്തതെങ്ങനെയാണ് ചരിത്രത്തിലില്ല. അല്ലാഹുവിന്റെ റസൂലിനെ ശാപവാക്ക് പറഞ്ഞ അബൂ ലഹബ് അവസാനം വസൂരി പിടിച്ച അബൂ ലഹബിന് ശരീരം മുഴുവനും പുഴുത്തു നാറാൻ തുടങ്ങി. ഏത് ചികിത്സ നടത്തിയിട്ടും ഭരിച്ചിട്ടില്ല. അവസാനം സർവ്വ ഡോക്ടർമാരും കൈയൊടിഞ്ഞ് നാട്ടുകാരും കൈയൊടിഞ്ഞ് ദുർഗന്ധം വന്ന വസൂരിയുമായി പുടുത്തു നാറിയ അബൂ ലഹബിനെ നാട്ടുകാർ ദുർഗന്ധം സഹിക്കാൻ കഴിയാറ് ഈത്തപ്പന മരത്തിന്റെ ഓലയിൽ വരിഞ്ഞു കെട്ടി അബൂ ലഹബിനെ കൊണ്ടുപോയി മക്കയുടെ മലയടിവാരത്തിലേക്ക് വലിച്ചെറിഞ്ഞു. വസൂരി കലപിടിച്ച് അല്ലാഹുവിന്റെ റസൂലിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട അബൂ ലഹബ് ചത്തൊടുങ്ങിയത് എങ്ങനെയാ? ചരിത്രം പഠിക്കണം. ഈത്തപ്പന മരത്തിന് പൊതിഞ്ഞു കെട്ടി പുടുത്തു നാറിയ അബൂ ലഹബിന്റെ ശരീരം മക്കയുടെ താഴ്വാരത്തിലേക്ക് വലിച്ചെറിഞ്ഞു. പക്ഷിപറവ ജാതികൾക്ക് കൊത്തി തിന്നാനായി, പരുന്തുകൾക്ക് കൊത്തിപ്പറിക്കാനായി, കാക്കകൾക്ക് അവശിഷ്ടമായി ആ മലയടിവാരത്തിൽ കിടന്നിട്ട് അബൂ ലഹബ് അവസാനം ചത്തതെങ്ങനെയാണ്? ചരിത്രത്തിൽ പോലും രേഖയില്ല. കാക്കയും കടുകിന് കൊത്തിവലിച്ച മാംസത്തുണ്ടായി അബൂ ലഹബ് ഈ ലോകത്ത് നിന്ന് അവശേഷിച്ചു പോയെങ്കിൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, മുഅ്മിനീങ്ങളെ അനുരാഗം ബഹുമാനമാകണേ.